ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്, ഷോർട്ട് വീഡിയോ അല്ല. ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ലോങ് വീഡിയോയിൽ ഇടുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൂണ വെച്ചൊരു കറിയാണ്. ടൂണ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. ടൂണ വെച്ചിട്ട് നമുക്ക് രാവിലെ ചപ്പാത്തിക്കോ അപ്പത്തിനോ ദോശയ്ക്കോ ഒക്കെ ഉണ്ടാക്കാം. പെട്ടെന്നൊരു കറി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, തക്കാളിപ്പഴം, പച്ചമുളക്, പിന്നെ കരിയാപ്പില, മല്ലിയില, ഇവയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കരിയാപ്പില ഇട്ടതിന് ശേഷം സവാള അരിഞ്ഞു വെച്ചതെടുത്ത് ഇടുക, തട്ടിയിട്ടിട്ട് വഴട്ടുക എന്ന് വെച്ചാൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഈ നമുക്ക് അടച്ചു വെച്ചും ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചിട്ടും വഴറ്റണം, എന്നാലേ സവാള വേവുകയുള്ളൂ. പിന്നെ 2-3 പ്രാവശ്യം അങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് പിന്നെ തക്കാളിപ്പഴവും പിന്നെ പച്ചമുളകും ഇടുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലാത്തവർ നമുക്ക് സാധാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിലിടാം. അങ്ങനെ ഇട്ടിട്ട് കുറേ നേരം ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് 2-3 പ്രാവശ്യം അടച്ചു വെച്ച് വേവിക്കുക. ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് പിന്നെ നമുക്ക് തുറന്ന് വെച്ച് വഴറ്റി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് വേണ്ട പൊടി ഐറ്റംസും ഉണ്ട്. ആ പൊടി ഐറ്റംസ് അതിനകത്ത് ചേർക്കുക. അതിന് വേണ്ട പൊടി ഐറ്റംസ് എന്ന് പറയുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഉപയോഗിക്കാത്തവരും ഉണ്ട്. പക്ഷേ ഞാൻ ഗരം മസാലപ്പൊടി ഉപയോഗിക്കും, കാരണം എനിക്കൊരു ടേസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും. അപ്പത്തിനൊക്കെ അല്ലേ, ഇപ്പം രാവിലെ ഒരു ചിക്കൻ്റെ കണക്കുള്ള ഒരു മണമൊക്കെ ഉണ്ടായിരിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇട്ട് വഴറ്റണം, നല്ല ഒരു പച്ചമണമൊക്കെ മാറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീയൊക്കെ നന്നായിട്ട് ഇച്ചിരി കൂട്ടിയൊക്കെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഗരം മസാലപ്പൊടി ഇടുക. ഈ 4 പൊടികളും ഇട്ടിട്ട് ഒന്ന് വഴറ്റുക, നല്ല രീതിയിൽ ഒന്ന് വഴറ്റുക. തുറന്ന് വെച്ച് തന്നെ വഴറ്റുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് ചുമന്ന് അത് റെഡ് കളർ ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റി വരിക. അത് കഴിഞ്ഞിട്ട് ടൂണ ഇടുക. ടൂണ ഞാൻ വാങ്ങിച്ചതാണ്, ലുലുന്ന് വാങ്ങിച്ച ടൂണാണ്. അത് അതിനകത്തിട്ടിട്ട് അതും ഇട്ട് ഇളക്കുക എന്ന് പറയുമ്പം പിന്നെ അടച്ചു വെച്ചും ഇളക്കണം, തുറന്ന് വെച്ചും ഇളക്കണം. എന്നാലേ ഈ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഈ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചും നമ്മൾ വഴറ്റുക. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. ചിലർ ചൂടുവെള്ളം ഒഴിക്കൂല. ചൂടുവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് നല്ല കൂട്ടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി നല്ലതാണ്, അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കല്ലേ.